Hello guys. Hello. Welcome. Okay. 1, 2, 3 start. Hello Hello guys. Welcome back. അപ്പോൾ നമ്മൾ ഇതുപോലെ ലോങ് വീഡിയോ ചെയ്തിട്ട് എനിക്ക് ഒന്ന് 1.5 വർഷത്തോളമായിട്ടുണ്ട്. കുറേ ടെക്നിക്കൽ പ്രശ്നം, എൻ്റെ ഫോണൊന്നും ശരിയല്ലായിരുന്നു, അത് കാരണമാണ് ഞാൻ ഇത്ര നാൾ ചെയ്തത്. പിന്നെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ചെയ്ത് തുടങ്ങാം. അപ്പോൾ എന്താണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്? Is MBBS really worth it? അതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ വന്നത്, ദിസ് ഇസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് നെഹല. നെഹലയെ പറ്റി പറയാം. നെഹല ഇസ് എ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി അമ്മ നെഹല എന്ന് സെർച്ച് ചെയ്ത് ആമിന നെഹലാൻ സെർച്ച് ചെയ്താൽ കുറേ അക്കൗണ്ട് വരും. അതിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോയുള്ള അക്കൗണ്ടാണ് എൻ്റെ റിയൽ അക്കൗണ്ട്. ഓക്കെ. അപ്പോൾ ഇന്ന് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ പലരും നീറ്റൊക്കെ കഴിഞ്ഞ് ചിലർക്കൊക്കെ നല്ല സ്കോർ ഉണ്ടായി ഹാപ്പി ആയിട്ടിരിക്കുന്നവർ കാണും, എക്സ്പെക്ട് ചെയ്ത സ്കോർ ഇല്ലാത്തവർ കാണും. അപ്പം ആ നമ്മുടെ എക്സ്പെക്ട് ചെയ്ത സ്കോർ ഇല്ലാത്തവർക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ. അപ്പോൾ എന്താ പറയുന്നത് നീറ്റിനെ പറ്റി? നീറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് കോമ്പറ്റീറ്റീവ് എക്സാംസ് ഇൻ ദ ഹോൾ വേൾഡ്. അപ്പോൾ അത് ക്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളൊരു സംഭവം തന്നെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. ക്രാക്ക് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളൊരു സംഭവം തന്നെയാണ്. ബിക്കോസ് ലക്ക് ഈസ് എ ഫാക്ടർ. കാരണം ഭയങ്കര അക്കാഡമിക്കലി ഭയങ്കര എന്താ ബ്രൈറ്റ് ആയിട്ടുള്ളവർ മാത്രമാണ് നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്, അങ്ങനൊന്നുമില്ല. നമുക്ക് ഒരു കാര്യം ഇപ്പം MBBS പഠിക്കാൻ ഈ ഫെയ്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ വിധിയുണ്ടേ നമ്മളെല്ലാം ക്രാക്ക് ചെയ്ത് ഇവിടെ എത്തും. നമ്മൾ പിന്നെ ഈ കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് സൂപ്പർ റിപ്പീറ്റ് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അതിന് വേണ്ടി MBBS വർത്ത് ആണോ? ദാറ്റ് ഈസ് അവർ ടോപ്പിക് ടു. അപ്പോൾ വർത്ത് ആണോ? എന്താണ് അഭിപ്രായം? വർത്താണെന്ന് ചോദിച്ചാൽ പല പേഴ്സ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ പല അഭിപ്രായങ്ങളുള്ളൊരു ചോദ്യമാണ് ഈ MBBS really worth it എന്ന്. ആൻഡ് പിന്നെ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോ വെച്ചിട്ട് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ആക്ച്വലി വർത്ത് ഇറ്റ്. ബിക്കോസ് ഇപ്പോൾ പഴയ പോലെ പണ്ട് MBBS ചെയ്ത ഡോക്ടേഴ്സ് പോലും നിങ്ങൾക്ക് പലരും അറിയായിരിക്കും, സർജറി പോലും ഒറ്റയ്ക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ കാണും. പക്ഷെ അങ്ങനല്ല ഇപ്പോഴത്തെ MBBS അല്ലെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ്. നമുക്കൊരു എന്താണ് മാസ്റ്റേഴ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ വിലയില്ല, അതാണ് ശരിക്കുമുള്ള സത്യം. പിന്നെ ഇപ്പം മാസ്റ്റേഴ്സിന് പോലും വിലയില്ലാത്തൊരു കാലമാണ് ഉണ്ടായിരുന്നത്. സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്താൽ മാത്രമാണ്. അത് സൂപ്പർ സ്പെഷ്യാലിറ്റി എടുത്തിപ്പോൾ ഫ്രഷറായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്വന്തമായിട്ട് ക്ലിനിക്കിലോ ചെയ്യുകയാണെങ്കിൽ നമ്മളെ തിരക്കി എപ്പോഴും ആളുകൾ വരണമെന്നില്ല, നമുക്ക് എക്സ്പീരിയൻസും കൂടി വേണം. അപ്പോൾ ഒന്ന് ആലോചിച്ചു, നമ്മളിപ്പോൾ ഒരു 25 വയസ്സിലാണ് MBBSൽ കയറുന്നതെങ്കിൽ നമ്മൾ MBBS കഴിയുമ്പോൾ തന്നെ നമുക്കൊരു 30 വയസ്സ് കഴിയും. അത് കഴിഞ്ഞ് പിന്നെ MD സൂപ്പർ സ്പെഷ്യാലിറ്റി പിന്നെ ഈ സോ കോൾഡ് എക്സ്പീരിയൻസ് എല്ലാം കിട്ടി വരുമ്പോഴത്തേക്കും നമ്മളൊരു മധ്യവയസ്കരായി അത് കഴിഞ്ഞിട്ടും എസ്റ്റാബ്ലിഷ്ഡ് ആവാൻ ഐ തിങ്ക് കുറെ സമയമെടുക്കും. പിന്നെ ഒരു ഐഡിയലി തന്നെ ഇപ്പൊ ഒരു 18 വയസ്സിന് MBBS കയറിയ ഒരു കുട്ടിയാണെങ്കിൽ 23 വയസ്സാകുമ്പോൾ ഈ കുട്ടി ഇത് MBBS കഴിഞ്ഞ് ഗ്രാജുവേറ്റ് ആയി ഇറങ്ങുന്നു. ഐഡിയലി ഇയർ ബാക്ക് ഒന്നും വരാതെ എല്ലാം ക്ലിയർ ചെയ്ത് വരുവാണെങ്കിൽ റിപ്പീറ്റ് ഇല്ലാതെ PGയും എടുത്ത് 3 വർഷം അതും ചെയ്തു. അത് കഴിഞ്ഞിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റിക്കും പോയി എന്ന് തന്നെ വിചാരിക്കും. അത് കഴിയുമ്പോൾ എന്തായാലും ഒരു 32 വയസ്സ് ആകും. 32 വയസ്സിൽ എവിടെയെങ്കിലും ജോലി കയറി ഫ്രഷറായിട്ട് കയറി ചെയ്ത് എക്സ്പീരിയൻസ് ആയി പിന്നെ പേഴ്സണലി ഒറ്റയ്ക്കൊരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഗോണ ബി റിയലി ലേറ്റ് ആൻഡ് യു ഹാവ് എ ഹോൾ ലൈഫ് ടു ലുക്ക് ആഫ്റ്റർ. നമ്മളപ്പോൾ എന്താ ഇതിനു വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് ലൈഫ് കൊണ്ടുപോകാൻ താല്പര്യം ഉള്ളവരാണെങ്കിൽ ഇറ്റ് ഇസ് വർത്ത് ഇറ്റ്. അല്ല, നിങ്ങൾക്ക് കുറേ ഇപ്പം നമ്മളെ കൂടെ തന്നെ പഠിക്കുന്ന പലരും ഉണ്ട്, ഇവിടെ വന്നതിന് ശേഷം ഞാൻ അന്ന് എനിക്ക് IIT കിട്ടി അല്ലെങ്കിൽ NIT കിട്ടി അവിടെ പോകേണ്ടായിരുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോഴ്സിന് പോകേണ്ടായിരുന്നു പറയുന്നവർ എനിക്കൊന്ന് മോർ ദാൻ 50% എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. കാരണം നമ്മൾ പുറത്തുനിന്ന് കാണുന്ന സെനേരിയോ അല്ല അകത്ത് വരുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ നീറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് നീറ്റ് പഠിക്കുന്നത്, ഇറ്റ് ഈസ് ആക്ച്വലി എ ടെസ്റ്റ്. നമുക്ക് അങ്ങനെ ഒരു നമ്മളിപ്പോൾ നീറ്റിനൊക്കെ പഠിച്ച പലർക്കും അറിയാം 14 hours 15 hours ഒക്കെ ഇരുന്ന് പഠിച്ചവർ കാണും. അങ്ങനെ ഇവിടെ 20 hours ഒക്കെ ചിലപ്പോൾ എക്സാമിന് മുന്നേ പഠിക്കുന്ന പിള്ളേരുണ്ട്. അപ്പോൾ ഞാൻ ഉൾപ്പെടെ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഞാൻ 1 hour ഒക്കെ ഉറങ്ങിയിട്ട് പോയി എക്സാം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പഠിക്കാൻ നമ്മൾ ക്യാപ്പബിൾ ആണോ എന്നൊരു ടെസ്റ്റാണ് ഈ നീറ്റ് എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റുമെങ്കിൽ 5 വർഷം, അതുപോലെ 5 വർഷമല്ല ഈ MBBS കരിയർ ത്രൂ ഔട്ട് ഒരു ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പം
ഷീ വിൽ ബി ഷീ ഷുഡ് ബി എ ലൈഫ് ടൈം ലേണർ, ലൈഫ് ലോങ് ലേണർ. അത് ലൈഫ് കഴിയുന്നവരെ നമ്മളിപ്പോൾ ഒരു ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ദർ ഇസ് നോ റിട്ടയർമെൻറ്റ് പീരീഡ് ഫോർ എ ഡോക്ടർ. അപ്പോഴത്തേക്ക് എന്താ, അങ്ങനെ ചെയ്യാൻ റെഡി ആണെങ്കിൽ this is the best career. Welcome to health. അല്ലെങ്കിൽ തന്നെ ഐ തിങ്ക് ദിസ് ഇസ് ജസ്റ്റ് എ സൊസൈറ്റൽ, അല്ലെങ്കിൽ ആ ഒരു പ്രസ്റ്റീജിന്റെ കാര്യം നമ്മളിപ്പോൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഒരു പാർട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫാണ്. ലൈക്ക് MBBS or like your career is not only your life. There are various other parts. നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ പാർട്ട്ണർ ആണേലും നിങ്ങളുടെ പേരൻസ് ആണേലും നിങ്ങൾക്ക് ഇനി ഉണ്ടാവാൻ പോകുന്ന മക്കളാണേലും നിങ്ങൾ എടുത്തിരിക്കുന്ന സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വെച്ചിട്ട് നിങ്ങൾ ഇവർക്ക് കൊടുക്കുന്ന സമയം വേരി ചെയ്യും. പിന്നെ മേ ബി ലേറ്റർ ഇൻ യുവർ ലൈഫ് നിങ്ങൾക്ക് അതൊരു റിഗ്രറ്റായി മാറാൻ ഒരു അവസരം ഉണ്ടാവരുത്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഈ പ്രായം എന്ന റിട്ടയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ക് എന്താ ഇപ്പോഴും ക്ലിനിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ്, ബട്ട് സ്റ്റിൽ ദേ ആർ ലൈക്ക് അന്ന് കുറച്ചും കൂടെ ടൈം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയുന്നവർ ഒത്തിരി പേരാണ്. സോ അപ്പോൾ നിങ്ങൾ ഈവൻ ഇഫ് യു ഡിഡ് നോട്ട് ക്രാക്ക് നീറ്റ്, ഇറ്റ്സ് ഓക്കെ എന്ന് ഞാൻ പറയുന്നു. പിന്നെന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ പണ്ട് നമ്മളൊരു 20 years ബാക്ക് അല്ലെങ്കിൽ 10 years ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിനെ അധികാരം ഡോക്ടർ ഇപ്പോൾ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന പോലെ, അല്ലെങ്കിൽ ഡോക്ടേഴ്സിനെ അത്ര റെസ്പെക്ട് ചെയ്യുന്ന ആളുകളായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ടെക്നോളജീസ് മാറി, നമുക്കിപ്പോൾ നമ്മുടെ സിംറ്റംസ് ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അസുഖം എന്ന് കറക്റ്റ് അറിയാൻ പറ്റും. നമ്മുടെ ഡയഗ്നോസ് തെറ്റുകയോ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് തെറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർ കോർട്ടിൽ പോകുന്നതിന് മുന്നേ ആക്രമിക്കാനാണ് വരുന്നത്. അങ്ങനെയായി നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഫൗണ്ടേഷൻ ക്ലാസ് MBBS സ്റ്റുഡൻസിന് കൊടുക്കുന്നതിന്റെ കൂടെ തന്നെ സെൽഫ് ഡിഫെൻസ് ക്ലാസ്സും കൂടെ ഒരു ഡിസ്കഷനിൽ പോകുന്ന ഒരു കാര്യമാണ്. നമ്മൾ തന്നെ പലപ്പോഴും ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതാ നമ്മുടെ കോളേജിൽ തന്നെ നമുക്കറിയാം ഒരുപാട് ഇൻസിഡൻറ്റ് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ അറിയുന്നതും അറിയാതെയുമായിട്ട് എന്തെല്ലാം നടക്കുന്നുണ്ടായിരിക്കും. പിന്നെ എന്താണ് ഇപ്പോൾ പുറത്ത് പോകാൻ MBBS കഴിഞ്ഞ് പുറത്ത് പോകാനാണെങ്കിൽ പോലും പുറത്ത് പോയി പഠിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നവരാണ്, അല്ലെങ്കിൽ ഇവിടെ പഠിച്ചിട്ട് നമ്മുടെ USMLE പ്ലാബ് ഒക്കെ എഴുതി പുറത്ത് പോകാനാണെങ്കിലും അതും അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അതിന് അതിൻ്റെതായ കോസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ എഫേർട്ടും വേണം. അപ്പം ടൈം എന്ന് പറയുന്നത് ഈ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അത്രയും നമുക്ക് തോന്നുമ്പോൾ ഇത്രയും കാലയളവ് ഉണ്ടെങ്കിലും ഇപ്പം ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ടൈം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ടൈമിനുള്ളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആവണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഫുൾ എഫേർട്ട് ഇട്ട് നിൽക്കാൻ റെഡി ആണെങ്കിൽ ഓക്കെ. നിങ്ങളെ ഒട്ടും എന്താ ഡീമോട്ടിവേറ്റ് ചെയ്യണമെന്ന് ദിസ് ഇസ് ലൈക്ക് ഗ്രേവ് ട്രൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാമോ, MBBS വരൂ, വന്ന് പഠിക്കൂ, കഷ്ടപ്പെട്ട് പഠിക്കൂ. ആക്ച്വലി ബീങ് എ ഡോക്ടർ ഈസ് എ നോബിൾ പ്രൊഫഷൻ. പക്ഷെ അതിൻ്റെ പുറകിൽ ഒരുപാട് സാക്രിഫൈസസ് ഉണ്ട്. അതെല്ലാം ചെയ്യാൻ റെഡി ആണെങ്കിൽ അതൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ അതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടൊന്ന് പഠിച്ച് ആ സ്കില്ല് ഡെവലപ്പ് ചെയ്ത്, പിന്നെ ഈ എന്താ പറയുന്നത് സ്കില്ലെന്ന് പറഞ്ഞ കാര്യം നമ്മൾ കുറേ പഠിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊരു നല്ല ഡോക്ടറാകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ കുറേ ബുക്സ് റെഫർ ചെയ്ത് എല്ലാം എനിക്ക് തിയററ്റിക്കൽ നോളജ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു നല്ല ഡോക്ടറാകാൻ പറ്റത്തില്ല. നമ്മുടെ സ്കില്ല് തന്നെയാണ് നമ്മുടെ ഒരു ഡെഡിക്കേഷൻ. ഇപ്പോൾ ഏതൊരു കണ്ടീഷനിൽ ഒരു പേഷ്യൻ്റ് വന്നാലും ആ പേഷ്യൻറ്റിനെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ആ ഒരു ടൈംലി മാനേജ്മെൻറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു സ്കില്ലാണ്. അങ്ങനെ എല്ലാ സ്കില്ലും ഡെവലപ്പ് ചെയ്ത് പുറത്ത് പോയി ചെയ്യാനാണെങ്കിൽ ഇറ്റ് ഈസ് റിയലി വർത്ത് ഇറ്റ് വരാം. പിന്നെ വേറൊരു കാര്യം, ഒരു പ്രോ എന്ന് പറയുന്നത് ലൈക്ക് കുറേ കഷ്ടപ്പെട്ടാണ് നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്യുന്നത്. സോ അത്രയും നാൾ കഷ്ടപ്പെട്ടതിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് MBBS കയറി കഴിയുമ്പോൾ കാണാൻ പറ്റും. ലൈക്ക് യു വിൽ ഗെറ്റ് ദ ഫ്രീഡം, യു വിൽ ഗെറ്റ് ദാറ്റ് റെസ്പെക്ട് ഫ്രം യുവർ ഫാമിലി, യു വിൽ നിങ്ങളുടെ നാട്ടിലെ ഫ്രണ്ട് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് ഒക്കെ കാണും. നിങ്ങൾ നീറ്റ് ക്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എല്ലാവരും നിങ്ങളെ ഡോക്ടറായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ നാട്ടിൽ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു എവറി ടൈം നിങ്ങളുടെ നാട്ടിൽ പോകുമ്പോഴത്തേക്കും എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എല്ലാവരും നിങ്ങളുടെ ഡോക്ടറായിട്ടായിരിക്കും കാണുന്നത്. ആ ഒരു റെസ്പെക്ട് നിങ്ങൾക്ക് ശരിക്കും ഫീൽ ചെയ്യാൻ പറ്റും. അത് ഈ ഒരു പ്രൊഫഷൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ പക്ഷെ അത് നേടിയെടുക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ആ കഷ്ടപ്പാട് ത്രൂ ഔട്ട് യുവർ ലൈഫ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ തയ്യാറാണെങ്കിൽ
you are made for MBBS and you are made for the whole medicine life. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ MBBS എന്ന് വരുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ. കുറച്ച് കാര്യങ്ങൾ. പിന്നീട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്ന് എന്താണ് ശരിക്കും അങ്ങനെ കഷ്ടപ്പെട്ട് നിൽക്കാൻ റെഡിയാണെങ്കിൽ വരാം, പഠിക്കാം, നല്ല കാര്യം. കുറച്ച് അടിച്ചുപൊളിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഫുൾ ടൈം പഠിത്തമൊന്നും അല്ല MBBS. നമ്മളൊന്നും ഡെയിലി പഠിത്തമൊന്നും ഇവിടെ ആരും ചെയ്യാറില്ല. ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഭയങ്കര ഒരു 2%. ഓക്കെ, അപ്പോഴത്തേക്കും അപ്പോൾ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. പക്ഷേ ഇതാണ് കോർ ട്രൂത്ത് എന്ന് പറയുന്ന സംഭവം. എന്നിട്ട് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം നിങ്ങൾ അതിന് ആപ്റ്റ് ചെയ്ത ഒരാളാണോ. നമുക്ക് നമ്മളെ പറ്റി ഒരു ധാരണ കാണുമല്ലോ. നമ്മൾ സത്യം പറഞ്ഞാൽ വേറൊരു കാര്യം പറയാൻ പറഞ്ഞാൽ, ലൈക്ക് ഇപ്പോൾ MBBSന് പഠിക്കുന്ന നമ്മളോട് ഇപ്പോൾ ആരെങ്കിലും ചോദിക്കുന്ന കാര്യങ്ങളുണ്ടാവില്ല, ലൈക്ക് ECG നോക്കാനത് ഇവര് ഡയറക്റ്റ് ആയിട്ട് ChatGPT വഴി ഓൾറെഡി ഇവർക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ലൈക്ക് അതൊക്കെ ഇതിന്റെ പാർട്ടാണ്. ശരിക്കും അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, പഴയ പോലല്ല. നമ്മൾ ശരിക്കും ആളെ ടെസ്റ്റ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും അറിയാവോ, അല്ലെ വെറുതെ ഒരു ഡിഗ്രി ആയിട്ട് ഇരിക്കുവാണോ എന്നൊക്കെ ഒരു ആളുകൾ ടെസ്റ്റ് ചെയ്യും. അതങ്ങനെയാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റിയിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. എന്താണ് നീറ്റ് ക്രാക്ക് ഇത്രയും വലിയ കോമ്പറ്റീറ്റീവ്, എത്ര 25 lakhs എത്ര പേരെ ഇത്ര എഴുതിയത്, അത്രയും പേരെ പിന്തള്ളി ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ യു റിയലി ഡിസേർവ് എവറിത്തിങ് സ്പെഷ്യൽ. അപ്പോഴത്തേക്കും വരിക, എന്നിട്ട് നന്നായിട്ട് പഠിക്കുക. ഇവിടെ വന്നിട്ട് പിന്നെ റെഗുലേറ്റ്, അതായത് ഒരു ബേസിക്കലി ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നും ഇപ്പം നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുന്നത് നല്ലതാണ്. നമുക്ക് ആ ഒരു വിൽ പവർ ഉണ്ടെങ്കിൽ നമ്മൾ പിന്നെ ട്രൈ ചെയ്ത് നേടിയെടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതൊക്കെയാണ് ഒരു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. പിന്നീട് ഈ പാരൻസിൻ്റെ എന്താണ് ഫോഴ്സ് കൊണ്ട് വരുന്നവർ ഒക്കെ എൻജോയ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിവിടെ പറഞ്ഞത്. അല്ലാതെ ദിസ് ഈസ് എ വെരി ഗുഡ് കോഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എന്താ ഒരു ചാരിറ്റി കുറേ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറേ ഡോക്ടേഴ്സ് ഉണ്ട് അറിയപ്പെടുന്ന. സാധാരണക്കാരുടെ ഇടയിൽ 1 രൂപ ഡോക്ടർ എന്ന് പറഞ്ഞ് നമ്മുടെ കളമശ്ശേരി തന്നെ ഒരു ഡോക്ടറുണ്ട്. ഹി ഡൈഡ് ഫ്യൂ ഇയേഴ്സ് ബാക്ക്. അപ്പോഴത്തേക്ക് പുള്ളി ഒരു ട്രൈബൽ ഏരിയയിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ ആ ഹോൾ ട്രൈബൽ കമ്മ്യൂണിറ്റി പുള്ളിയുടെ ഈ ഫുണറൽ ചടങ്ങിന് വന്നിട്ട് ഭയങ്കര വിഷമവും, അങ്ങനെ ആ ഡോക്ടർ സ്നേഹിച്ച കുറേ ആളുകളുണ്ട്. അതുപോലത്തെ ഡോക്ടേഴ്സ് കുറേ ഉണ്ട്. അപ്പം ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഫഷനാണ്. അപ്പം അതിന് നമ്മൾ ക്യാപ്പബിൾ ആണോ നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ എത്രത്തോളം ആണെന്ന് നമുക്കറിയാം. അത് വെച്ച് നമ്മൾ അസസ് ചെയ്തിട്ട് ഈ ഒരു പ്രൊഫഷനിലേക്ക്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ലൈക്ക് ഇപ്പോൾ 10th പഠിക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മളോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടാവും ഇത് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് സെറ്റാണ്. 12th കഴിഞ്ഞപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്. നീറ്റ് കഴിഞ്ഞപ്പോഴും ലൈഫ് സെറ്റാണ്. പക്ഷെ MBBS കഴിഞ്ഞാലും ലൈഫ് സെറ്റ് ആവില്ല. ആ ഒരു റിയലൈസേഷൻ നിങ്ങൾ കൊണ്ടുവരണം. അവിടുന്ന് ഇങ്ങോട്ട് എല്ലാം പെറുക്കിയിട്ട് എന്താ പറയാ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞ് വന്നിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ വന്ന ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഐ ഹാഡ് ടു സ്റ്റഡി ബിക്കോസ് വിത്തൗട്ട് ഡൂയിങ് നത്തിങ് യു കാൺ സർവൈവ് ഇൻ ദിസ് വേൾഡ്. ഇത് ഒരു എന്താ പറയുക, നിങ്ങൾ വന്നിരിക്കുന്ന കോമ്പറ്റീറ്റീവ് വേൾഡിനെക്കാളും ഒരു അൾട്രാ കോമ്പറ്റീറ്റീവ് എൻവയൺമെന്റ് ആണ് MBBS. ബട്ട് യു വോണ്ട് ഫീൽ ഇറ്റ് അൺലെസ് യു ട്രൈ. പിന്നെ ബേസിക്കലി ടേക്ക് അവേ പോയിന്റ്സ്, ഈ വീഡിയോയുടെ ടേക്ക് അവേ പോയിന്റ്സ് പറയുമ്പോഴത്തേക്ക് യു ഷുഡ് സർവൈവ്, പിന്നെന്താ യു ഷുഡ് സാക്രിഫൈസ്. ഈ 2 കാര്യങ്ങൾ, സർവൈവ് ആൻഡ് സാക്രിഫൈസ്, ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഓൾവേസ് വെൽക്കം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് എൻ്റെ മെയിൽ ID അക്കൗണ്ട് ഉണ്ട്, മെയിലിൽ ചോദിക്കാം. അപ്പോൾ ഫൈൻഡ് അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആൻഡ് മെസ്സേജ് there, will be there. ആൻഡ് ഇനിയും വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾ ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് കമൻറ്റ് വഴി അറിയിക്കുകയാണെങ്കിൽ വിൽ ഡു മോർ വീഡിയോസ്. ബിക്കോസ് ഞങ്ങൾ 2 പേരും നീറ്റ് നല്ലപോലെ എന്താ പറയുക അറ്റൻഡ് ചെയ്ത് പഠിച്ച് കയറി MBBS നമ്മൾ റീറിപ്പീറ്റ് ചെയ്തവരാണ്. അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് വെച്ചിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓൾസോ ഞാൻ എന്താണ് JEE മെയിൻസും ക്രാക്ക് ചെയ്ത ഒരാളാണ്. എനിക്ക് 98% ഉണ്ടായിരുന്നു. ഏതെങ്കിലും NIT പഠിക്കാറുണ്ട്. അപ്പം ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, അതിന് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ലൈഫ് സെറ്റിൽ ആവുമായിരുന്നു എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരു അവയർനെസ് ആയിട്ടാണ്
ഈ വീഡിയോ ചെയ്തത്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ്. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളും ഉള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ നമ്മളെ പോലെ ആണെങ്കിൽ ലെറ്റ്സ് സീ ഇൻ അനദർ വീഡിയോ. ബൈ.